അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെഡ്ഡിങ് കേക്കിൻ്റെ ഫില്ലിങ്ങും ഡെക്കറേഷനൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ വന്നിട്ടുള്ളത്. 2 കിലോ വരുന്ന 2 ടയർ കേക്ക്. പക്ഷെ അവർ ആദ്യം പറഞ്ഞത് ടെൻഡർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ. ടെൻഡർ കോക്കനട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ ടെൻഡർ കോക്കനട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതൊന്ന് മാറ്റാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് കേക്ക് ആക്കി തന്നു. അൽഹംദുലില്ലാ, ചോക്ലേറ്റ് ആകുമ്പോൾ വേഗം സെറ്റ് ആവുമല്ലോ, സമാധാനമായി. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ടെൻഡർ കോക്കനട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തെന്നിപ്പോവും വീഴും എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. ഇതുപോലെ കുറച്ച് മുമ്പ് ഇടക്കഴിയൂർക്ക് ഒരു വെഡ്ഡിങ് കേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. അപ്പോൾ ഓർഡർ വന്നപ്പോൾ ഞാനത് അവർ മോഡൽ വിട്ടു തന്നു. നല്ല ഭംഗിയുള്ള മോഡലായിരുന്നു. അതുപോലൊക്കെ തന്നെ ടെൻഡർ കോക്കനട്ടിൽ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ വിളിച്ച് പോകുമ്പോൾ ഞാൻ ഡ്രൈവറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു ചെറിയൊരു ഹമ്പിലൊന്ന് ഓട്ടോ ചാടിയപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ കല്യാണമുള്ള വീട്ടിലെത്തി ഓട്ടോയുടെ സീറ്റിലേക്ക് നോക്കിയപ്പോൾ തന്നെ ഉണ്ട് സീറ്റൊക്കെ നനഞ്ഞിക്കണം. അപ്പോൾ തന്നെ പണി കിട്ടിയെന്ന് മനസ്സിലായി. പതുക്കെ നെഞ്ചിടിപ്പോട് കൂടിയിട്ട് ആ കാർട്ടൂൺ തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച റബ്ബേ, എനിക്കൊന്നും അത് ഓർക്കാൻ വയ്യ. ആ കേക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയ കേക്ക് അങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലായേക്കണം. അതോടുകൂടി പിന്നെ എൻ്റെ അവസ്ഥ പറയാമല്ലോ. ഹോം ബേക്കേഴ്സിനൊക്കെ അറിയുണ്ടാവും കേക്ക് ഉണ്ടാക്കിയിട്ട് അത് ചെരിഞ്ഞാലോ എന്തെങ്കിലും ആയാലുള്ളൊരു അവസ്ഥ. നമുക്ക് അപ്പോൾ വരുന്നൊരു തളർച്ച, ശരീരം തളരുകയാണ് ചെയ്യുക. പിന്നെ ഭാഗ്യത്തിന് നമുക്ക് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. ആ കല്യാണ വീട്ടിൽ 2 മണിക്കൂർ 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കേക്ക് സ്റ്റേജിലൊക്കെ വെക്കേണ്ടുള്ളൂ. അപ്പോൾ അതാണ് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ അവർ വീട്ടുകാരെ വിളിച്ച് ഫ്രണ്ടിനെ തന്നെ ആദ്യം വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവർ നല്ലൊരു വീട്ടുകാരായിരുന്നു. അൽഹംദുലില്ലാ, അവർ ഒരു വിഷമം വേണ്ട, സാരമില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു കസ്റ്റമറെ കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ്. ഞാൻ ആ ഓട്ടോയിൽ തന്നെ കേക്ക് ആയിട്ട് തിരിച്ചു വന്നു. 2ാം പണി ചെയ്തിട്ട് പിന്നെ അവിടെ പോയിട്ടാണ് ഫസ്റ്റ് ടയറുമ്പോൾ സെക്കൻഡ് ടയറൊക്കെ ഇറക്കി വെച്ചത്. എന്നാൽ പോലും ആദ്യത്തെ ഫിനിഷിങ് കിട്ടിയില്ല. വലിയ ഭംഗിയൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുള്ള ടൈമില്ലേ, 1 മണിക്കൂർ കൊണ്ട് കാട്ടിക്കൂട്ടുന്നതല്ലേ. പക്ഷേ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അവർ പറഞ്ഞ് പ്രത്യേകിച്ച് ടെൻഡർ കോക്കനട്ട് ഭയങ്കര ടേസ്റ്റുള്ള കേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഡർ കോക്കനട്ട് ആരെങ്കിലും പറയുമ്പോൾ ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കാം. പ്രായമായവർ പോലും ഷുഗറുള്ളവർ പോലും കഴിക്കും, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്താ സംഭവം വെച്ചാൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് 2 ടയർ കേക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹോം ബേക്കറായ ഷാജിക്ക് വിളിച്ചിട്ട് വിവരം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു തന്നതാണ്, ഒരിക്കലും പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ടെൻഡർ കോക്കനട്ട് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അത് തെന്നി വീഴാൻ ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് ലോങ് ആകുമ്പോൾ. അടുത്തൊക്കെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് ഭയങ്കര ഒരു അനുഭവമായി. അപ്പോൾ ആ അനുഭവത്തിൽ കൂടെ നമുക്ക് നല്ലൊരു പാഠം തന്നെ പഠിച്ചത്. ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര മനപ്രയാസം വരും എനിക്ക് ആ കേക്ക് അങ്ങനെ അതായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോട് കാര്യം പറഞ്ഞപ്പോൾ ഇവർ വേഗം തന്നെ കേക്ക് മാറ്റി തന്നപ്പോൾ സമാധാനമായ ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ ആദ്യത്തെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. 1 കിലോൻ്റെ പാനിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു 3-4 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കുക. അതിനായിട്ടുള്ള ഐറ്റംസുകളൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റും നട്ട്സും കൂടി മിക്സ് ചെയ്തത് വെച്ചിട്ടുണ്ട്. അതുപോലെ മിൽക്കിൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ചിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗണാഷ്, പിന്നെ നമ്മളെ വിപ്പിംഗ് ക്രീം, സ്പഞ്ചെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫില്ലിങ് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടയറിൻ്റെ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കട്ടെ. അതിനുശേഷം സെക്കൻഡ് ടയറിൻ്റെ പരിപാടി ഞാൻ ഇതേപോലൊക്കെ തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതൊന്നും കാണിക്കുന്നില്ല, ഇതേപോലെ തന്നെയല്ലേ. അപ്പോൾ അതും അപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടയറും ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ടേബിൾ ആകെ അലങ്കോലമായിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഇതിന് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടൊന്ന് സെറ്റാവും. ബാക്കി ഫിനിഷിംഗ് വർക്ക് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 2 കേക്കും ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഫിനിഷിംഗ് വർക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതിനായിട്ട് ആദ്യം വൈറ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ക്രീം ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പർപ്പിൾ കളർ ഉള്ള ഷെയ്ഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഇത്തിരി പർപ്പിൾ കളർ ഇട്ടിച്ചിട്ട് അതൊന്ന് കേക്കിലിങ്ങനെ കുറേശ്ശെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് മേലേക്ക്. സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതേപോലെ 2 ടയറും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയാണ് അടുത്ത ടെൻഷൻ പിടിച്ച പണി. ഇത് നമ്മൾ എത്ര ചെയ്താലും ആ ഒരു ടയറിലേക്ക് മറ്റൊരു ടയർ ഇറക്കി വെക്കുമ്പോൾ ചെറിയൊരു പേടിയാട്ടാ. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു, കയ്യൊക്കെ അങ്ങനെ വിറച്ചായിരുന്നു തുടക്കത്തിലൊക്കെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ പിന്നെ വിറക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഒരു
നെഞ്ചിടിപ്പാണ്, ഒന്നും കുഴപ്പമൊന്നും പറ്റാതെ വെച്ചാൽ മതി ഒരു ഇതാണ് തോന്നുന്നത് മനസ്സിൽ. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ ഈസി ആയിട്ട് തന്നെ സെക്കൻഡ് ലെയർ മിൽക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാച്ചാവുന്ന ഫ്ലവറൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കണം. അപ്പോൾ അത് അതിനായിട്ട് കുറച്ച് ഫ്ലവറുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വൈറ്റും പർപ്പിൾ കളറും കൂടിയിട്ടുള്ള ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പർ. ഈ ടോപ്പർ ഇങ്ങനത്തെ മോഡൽ ഞാൻ അതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അത് ഷോപ്പിൽ നിന്ന് കണ്ടപ്പോൾ ഒരു പുതുമ തോന്നി. 2 കപ്പ് അങ്ങനെയുള്ളൊരു വരനും വധു 2 കപ്പ് ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ടോപ്പർ വാങ്ങിച്ചിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ആദ്യം ഞാൻ ഗോൾഡൻ ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. ഒരു വെഡ്ഡിങ് കേക്കല്ലേ, ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടൊന്ന് ലുക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഗോൾഡൻ ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് നോക്കിയപ്പോൾ അതൊരു ബോറായിട്ട് തോന്നി. അപ്പോൾ അതാവുന്ന എടുത്ത്, എന്നിട്ട് പിന്നെ ആ ഗോൾഡൻ ഫ്ലേക്സ് ഉള്ള സ്ഥാനത്ത് കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് ഓവറായിട്ട് തോന്നി. അത് എടുത്തിട്ട് പിന്നെ അതെ സിൽവർ കളറിൻ്റെ ഷുഗർ ബോൾസ് അടിപൊളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരുവിധം കുഴപ്പമില്ലാത്ത തരത്തിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വെഡ്ഡിങ് കേക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ബോക്സിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മളെ ടയർ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ഡേൾസ് കുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ അതേ 2 എണ്ണം, പിന്നെ അതിന് കട്ട് ചെയ്ത 2 പീസും കൂടി അതും കൂടി വെച്ച് കൊടുത്തു. ഒന്ന് നല്ല ഉറപ്പിലവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ബോക്സിലേക്ക് ഇറക്കി വെക്കുകയാണ്. അൽഹംദുലില്ലാ ബോക്സിലേക്ക് ഇറക്കി വെച്ച് സേഫായി ലോക്കാക്കി. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് മതി. ആദ്യം 11:30-12 മണിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് മതി, അവർ വിളിക്കുക പണ്ട് കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സേഫായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അവർ വിളിക്കുമ്പോൾ നമ്മൾ വടക്കേയാട്ടേക്ക് എത്തിക്കണം. അകലാട് റഹ്മത്ത് ഹോളിലാണ് കല്യാണം. അപ്പോൾ അവിടത്തോളം എനിക്ക് കൊണ്ടു കൊടുക്കണ്ട, അവർ വടക്കേയാട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട് അവർ വിളിക്കുമ്പോൾ. അപ്പോൾ ഞാനിതാ കേക്ക് വെച്ച് പോവുകയാണ്. അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ വടക്കേയാട് പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്, അവരും വന്നിട്ടുണ്ട്. കേക്ക് കൈമാറി തിരിച്ച് വീട്ടിലെത്തി. കേക്കൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം അവർ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അൽഹംദുലില്ലാ കേക്ക് കൊടുത്തുകൊണ്ട് വന്നിട്ട് അടുത്ത പരിപാടി ഇതായിരുന്നു. നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് എന്തോ പ്രശ്നമായിട്ട് വെള്ളം തീർന്നിട്ട് നമ്മൾ ഓസിട്ടിട്ട് അങ്ങോട്ട് വെള്ളം അടിക്കുകയാണ്. അപ്പോൾ എനിക്കിതൊന്ന് വീഡിയോ എടുക്കാനും ഇതിനെക്കുറിച്ചൊന്ന് പറയാനൊക്കെ തോന്നിയത്. നമ്മളെ അയൽപ്പക്ക ബന്ധം എന്ന് പറയണത് നല്ലൊരു സംഭവം തന്നെയാണ് അല്ലേ. പരസ്പര സഹകരണം സ്നേഹമൊക്കെ ഉള്ള ഒരു അയൽപ്പക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറയണത് വലിയൊരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ പിന്നെ നമുക്ക് നല്ല അയൽപ്പക്കമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓസിട്ടടിക്കലും അങ്ങോട്ട് അടിക്കലും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമുള്ള ഒരു അയൽപ്പക്കം കിട്ടുക എന്ന് പറയണത് തന്നെ വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇനി അത് അള്ളാഹു നിലനിർത്തി തരട്ടെ, ഇല്ലാത്തവർക്ക് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് വേണം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.